ഗൈസ് എല്ലാവർക്കും നമ്മൾ ധനുസ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ചാണ് മുമ്പേ. ധനുസ് ആർട്ടിൻ്റെ ഒരു പൊളപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിന്നെ ഒരു കാർഡ് ട്രിക്കായിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാർഡ് ട്രിക്കിൻ്റെ പേരാണ് കാർഡ് ഡ്രിഫ്റ്റ്, കാർഡ് ഷിഫ്റ്റ്. അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ട്രിക്കാണ്, പക്ഷേ ആ കാർഡിനെ വേറൊരു ട്രിക്കാണ്. ആ കാർഡ് ട്രിക്ക് അപ്പോൾ കാർഡ് നമ്മൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഇന്ന് കാണിക്കുമ്പോൾ ഒന്നും ഒരു ട്രിക്കല്ല, ഒരു ജസ്റ്റ് ഒരു മെത്തേഡാണ്. അപ്പോൾ എന്താണ് മെത്തേഡും കൂടിയാണ് ട്രിക്കായിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഈ കാർഡ് മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ സെയിം ട്രിക്കാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതുണ്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പേസ് ഉണ്ട്, ഞാൻ ഇച്ചിരി കയറിയിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാർഡ് ഞാൻ കാണിക്കാം. ടോപ്പ് കാർഡ് ഇത്, ആദ്യത്തെ 3 കാർഡ് കാണിക്കാം. ആദ്യത്തെ കാർഡ് ഇതാണ് 5 ക്ലവറാണ്. സെക്കൻഡ് കാർഡ് ആസാണ്. തേർഡ് കാർഡ് ആസ് ജോക്കറാണ്. ഓക്കെ, ഞാൻ ഈ കാർഡ് തിരിച്ച് നേരത്തെ പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി ഇതൊന്നെടുത്ത് അടിയിലേക്ക് ആ ഒരു മൊത്തം അത്ര എടുത്ത് കുറച്ച് അടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നിങ്ങൾ പറയുകയാണ് ഈ ഒരു കാർഡ് ഇതിൻ്റെ അടിയിൽ ഉണ്ടെന്ന്, എന്ന് പറഞ്ഞാൽ ആസ് എന്നാണ് ഇതിൻ്റെ അടിയിലുണ്ടെന്ന്. ഓക്കെ, ആസ് ഇതിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കോ എവിടെയോ ഉണ്ടെന്ന്. അത് നമുക്കിപ്പോൾ നോക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം ആസിൻ്റെ അടിയിലുണ്ടോ എന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ഒന്ന് ഷഫിൾ ചെയ്തിട്ട്, ഷഫിളല്ല, ഒന്ന് സൈഡ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. ഗൈസ് ഇത് മറിയില്ല, നോക്കട്ടെ. ഓ, ഇതെന്താണെന്ന് ഗൈസ് നമുക്കൊന്ന് നോക്കിക്കളയാം. ഗൈസ് അപ്പോൾ ഞാനിനി ഇതാണ് ഗൈസ്. ഇപ്പോൾ ഇനി ഞാൻ ഈ കാർഡ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ആ കാർഡ് ഇല്ല. ഗൈസ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഈ ഒരു കാർഡ് 10 ക്ലബ്സാണ്. ഓക്കെ, ഈ ഒരു കാർഡ് A ലവ് ആണ്. ഈ ഒരു കാർഡ് 6 ലവ് ആണ്. ഈ ഒരു കാർഡ് 9 സ്പേഡാണ്. ഇത് 3 ക്ലബ്സാണ്. ഇത് ഒരു 3 ഡയമണ്ടാണ്. ഇത് 10 ക്ലബ്സാണ്. ഇത് 8 ഇതാണ്. ഇത് 10 ക്ലബ്സ്. ഇത് 10ൻ്റെ ഇതാണ് സ്പെയ്ഡ്. 10 സ്പെയ്ഡാണ്, മാറിപ്പോയതാണ്. ഇത് 8 സ്പെയ്ഡ്. ഇത് 2 ഡയമണ്ട്. ഇത് ക്യൂൻ ക്ലബ്സാണ്. പിന്നെ ഇത് ജോക്കർ ക്ലബ്സാണ്. ഇത് കിങ് ക്ലബ്സ്. ഇത് 7 സ്പെയ്ഡ് ജോക്കർ, നോർമൽ ജോക്കറാണ്. ഇതുണ്ട് ഇങ്ങനത്തെ ജോക്കർ, നോർമൽ ജോക്കറാണ്. പിന്നെ ഡയമണ്ടും വരുന്നുണ്ട്. പിന്നെ എയുടെ ക്ലബ്സും വരുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ ഒരു ജോക്കർ സ്പെയ്ഡാണ്. ഈ ഒരു കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നെക്സ്റ്റ് കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്ന് ഷഫിൾ ചെയ്യാണ്. ഗൈസ് ഈ ഒരു കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യൂൻ ഡയമണ്ടാണ്. ഓക്കെ, വലിയ ഇതൊന്നും ആവശ്യമില്ല, ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഷഫിൾ. ഓക്കെ, ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഇനി അടുത്തത് 9 ക്ലബ്സാണ്. പിന്നെ അടുത്തത് A ക്ലബ്സാണ്. പിന്നെ 9 ഡയമണ്ട്, 4 സ്പെയ്ഡ്, 2 സ്പെയ്ഡ്, 5 സ്പെയ്ഡ്, നേരത്തെ പോലെ നോർമൽ ജോക്കർ. പിന്നെ 6 ക്ലബ്സ്,
കിങ്, പിന്നെ അവസാനത്തെ 2 കാർഡുണ്ടല്ലേ ഗൈസ്. ഇപ്പം നിങ്ങൾ പറയുമോ ഈ കാർഡിനാണോ ഞാൻ ഞൊട്ടിയ കാർഡിനാണോ അതോ തൊട്ട കാർഡിനാണോ സ്പീഡെന്ന്? ചിലർ പറയും ഇതായിരിക്കും, ചിലർ പറയും ഇതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു മാജിക് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ കാർഡ് മേളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഗൈസ് ഞാൻ ഈ കാർഡ് ഒന്ന് ഇതാക്കുകയാണ്. ഗൈസ് ഇപ്പം ഞാൻ ഈ കാർഡ് താഴേക്ക് കൊണ്ടുവരികയാണ് പതുക്കെ. ഇതൊരൊറ്റ കാർഡാണ് ഗൈസ്. ഇതുണ്ടോ, ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരിത് ഇതിനകത്തുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ഈ കുറച്ച് ഡെക്കോഡുണ്ട്, ഇച്ചിരി അത്യാവശ്യം കുറച്ച് ഡെക്കോഡുണ്ട്. അപ്പം നമുക്ക് ആ ഡെക്കോഡൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഫുൾ ഡെക്ക് ഇവിടെ നീക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പുറകെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇത്രയും ഡെക്ക് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡെക്സ് ഇത്രയും നീക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങോട്ട് ബാക്കി വന്ന ഡെക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാക്കി വന്ന ഡെക്കിനകത്ത് ആ ഒരു ആസമാണ് നമുക്കൊന്ന് നോക്കിക്കളയാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഞാനൊന്ന് മറിച്ച് നോക്കട്ടെ. ഗൈസ്, ഇപ്പോൾ ഞാൻ ഈ കാർഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് ആസ് കാണുന്നില്ല. അപ്പം നമുക്ക് ഇനി ക്യാമറ കാണിക്കാം. ഓക്കെ, ആദ്യത്തെ കാർഡ് ക്ലബ്സാണ്, 2 ക്ലബ്സ്. സെക്കൻഡ് കാർഡ് ഇതാണ്, ലവ് ആണ്, 3 ലവ് ആണ്. തേർഡ് കാർഡ് ഇതാണ്, ക്യൂൻ സ്പെയ്ഡ് ആണ്. നെക്സ്റ്റ് കാർഡ് 10 ഡയമണ്ട് ആണ്. നെക്സ്റ്റ് 8 ഡയമണ്ട്, 7 ലവ്, 5 ഡയമണ്ട്, 4 ലവ്, 7 ക്ലബ്സ്, 6 ഡയമണ്ട്, K ലവ്, 3 സ്പെയ്ഡ്, ജോക്കർ ലവ്, 3 ക്ലബ്സ്, 4 ക്ലബ്സ്, 4 ഡയമണ്ട്, 7 ഡയമണ്ട്, J ഡയമണ്ട്, 6 സ്പെയ്ഡ്, 10 ലവ്, കിങ് സ്പെയ്ഡ്, ക്യൂൻ ലവ്. ദെൻ നെക്സ്റ്റ് കാർഡ് തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഷഫിൾ ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ. ഓക്കെ ഗൈസ്, 2 ലവ്, 2 ലവ്. നെക്സ്റ്റ് കാർഡ് 9 ഡയമണ്ട്. നെക്സ്റ്റ് 2 കാർഡുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതിനകത്ത് ഏതോ ഒരെണ്ണമാണ് ആ ഒരു ഇതിനകത്തിപ്പോൾ നിങ്ങൾ പറയും ഇതിനകത്തിപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഈ ഞൊട്ടിയ കാർഡാണോ സ്പീഡെന്ന് അതോ ഈ തൊട്ട കാർഡാണോ സ്പീഡ്. ചിലർ പറയും ഇതായിരിക്കും, ചിലർ പറയും ഞാൻ ഞൊട്ടിയതായിരിക്കും, ചിലർ പറയും ഞാൻ ഞൊട്ടാത്തതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നേരത്തെ പോലെ തന്നെ മുകളിലേക്കൊന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ എൻ്റെ കൈയുടെ ഷോൾഡർ കാണാം. ഞാൻ ഇപ്പുറത്തോട്ടൊന്നും കാർഡ് എടുക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ കാർഡ് എന്നെ ഫേസ് ചെയ്യുന്ന രീതി നേരത്തെ പോലെ ഇങ്ങനെ മറച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. നെക്സ്റ്റ് ഗൈസ്, ഇത് ഒറ്റ കാർഡല്ല, 2 കാർഡുണ്ട് ഗൈസ്. നേരത്തെ എടുത്ത ഡെക്കിനകത്തും ഈ ഡെക്കിനകത്തും ഈ ഒരു കാർഡുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇതിൻ്റെ ട്രിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇതേപോലത്തെ ഈ സെയിം കാർഡ് തന്നെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ സെയിം കോപ്പി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ആ കാർഡ് ഇതേപോലെ 2 ഡെക്കിനകത്ത് ഇട്ടുക. ഈ 2 ഡെക്കിനകത്തും ഇതകത്തിൽ ഒരു വ്യത്യാസം വരത്തില്ലാത്ത രീതി 2 ഡെക്കിനകത്ത് നമുക്ക് ആക്കാൻ പറ്റും. ഗൈസ് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നെന്തോന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാതെ നമ്മൾ ഷോയ്ക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു തരാറില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ജസ്റ്റ് അത്യാവശ്യം ഒരു ലോങ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ മുകളിൽ ഇപ്പം ഞാൻ പറയും മുകളിൽ എന്തുകൊണ്ടാണ് കൊണ്ടുപോയത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ കാർഡിനെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഈ ഒരു കാർഡ് ഇന്നതാണ് അതെന്ന് പറഞ്ഞാൽ ആ ഒരു കാർഡിനെ ഇതാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കാർഡിനെ മാത്രം ശ്രദ്ധിക്കുക. അവർ വിചാരിക്കും ചിലപ്പോൾ അത് ആവത്തില്ല. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അവരുടെ ഇതിൽ ജസ്റ്റ് ഒരു ഇത് കൊണ്ടുവരാനായിട്ടാണ് എന്ന് പറഞ്ഞ ഒരു അതിശയം കൊണ്ടുവരാനായിട്ട് മാത്രമാണ് ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ടത് ഈ ഒരു ടോപ്പ് കാർഡ് ഇങ്ങനെ ആക്കിയിട്ട് ഈ കാർഡ് ഇങ്ങനെ ടോപ്പ് കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ചെയ്തപോലെ ഒന്ന് ചെയ്തതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്യാമറ വെച്ചാൽ ദിനു പുരുഷോത്തമൻ. ഇറ്റ്സ് മീ ധനുദേ സൈനിങ് ഔട്ട്.